ആസിഫിക്ക ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ആസിഫിക്ക. പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചുറ്റും കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത്ര ഹാപ്പിയാണ്. ടൈം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുപോലെ ആസിഫിക്കയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ ഇനി സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരായിരിക്കില്ലല്ലോ, അതുമല്ല ഇക്കടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ ഒന്നിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനി ഗസ്? ഞാൻ ഒന്നിച്ച് സിനിമ ചെയ്തിട്ടുള്ള കുറെ പേരുണ്ട്. ഒരു നടനല്ല, അത് മാത്രമല്ല. അല്ല. സംവിധായകൻ? സംഗീത സംവിധായകൻ അല്ല. എഴുത്ത് സംവിധായകൻ? പരസ്യങ്ങൾ ഡയറക്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. ജിസ് ജോയ്? യെസ്, ജിസ് ജോയ്. സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ജിസേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ജിസേട്ടാ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു സോ മച്ച്. ടിവിയിൽ മാത്രം കണ്ടിരിക്കുന്ന വേദിയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതില്. ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇന്നലെ കൂടെ കണ്ടുള്ളൂ. ഓ, ബൈസൈക്കിൾ തീവ്സ് മുതലേ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങളുടെ? അതോ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തോ അതോ അപ്പോഴായിരുന്നു? ബൈസൈക്കിൾ തീവ്സ് മുതലാണ്. ഓക്കെ, ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര, ഒരു 6? അല്ല, ബൈസൈക്കിൾ തീവ്സ് ഇറങ്ങിയിട്ട് 12 വർഷം. ഓക്കെ, 2013 ബൈസൈക്കിൾ തീവ്സ്. പിന്നെ സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും. പിന്നെ അല്ല, ഇന്നലെ വരെ ഉണ്ട്, കോവിഡ് ടൈമിൽ ചെയ്തത്. പിന്നെ തലവനാണ് ലേറ്റസ്റ്റ്. യെസ്, ഓക്കെ. പറയൂ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയൂ. എങ്ങനെയാണ് ആസിഫ് അലി എന്നുള്ള ഒരു ഫ്രണ്ട്? ആസിഫ് അലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇവിടെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത പോലെ തന്നെയാണ്, ആസിഫിന് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇത് ആസിഫ് അവർക്കൊന്നും ഒരു പോറൽ ഏൽപ്പിക്കാതെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഒരുപാട് ഒരു സുഹൃത്തിന്റെ അടുത്ത് പോലും ഒരു സിനിമാ നടൻ, സിനിമാ താരം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ആസിഫ് ഇല്ല. എല്ലാം അത് സെറ്റിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സുഹൃത്താണ്. കട്ട് പറഞ്ഞ ആള് മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ ആസിഫിന്റെ ഒപ്പം എനിക്ക് പേഴ്സണലി ഒത്തിരി സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആസിഫ് ഭയങ്കര ഫുഡ് ലവർ ആണ്. ഞാൻ അത്രയും വലിയൊരു ഫുഡ് ലവർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ആസിഫിന്റെ കൂടെ പോയി എനിക്കിപ്പോ അറിയാം എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടും, എന്ത് ഓർഡർ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട് ആസിഫുമായിട്ട്. ജിസ് ജോയ് എന്ന് പറയുന്ന ഫ്രണ്ടിനെ കുറിച്ച് എന്താണ് ആസിഫിക്ക് പറയാനുള്ളത്? എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ, ജിസ് ഏതൊരാവശ്യത്തിനും എന്തൊരാവശ്യത്തിനും എന്റെ ഫസ്റ്റ് കോള് ജിസിനായിരിക്കും. ഒരു അഭിപ്രായം ചോദിക്കാനാണെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിലും ഒക്കെ എപ്പോഴും വളരെ മെച്ചുവേർഡ്. എനിക്കുണ്ടായിരുന്ന ഒരു കുറവ് മെച്ചൂരിറ്റി ആയിരുന്നു. അപ്പൊ അത് എനിക്ക് എന്റെ കൂടെ നിന്ന് കറക്റ്റ് ചെയ്ത് തന്ന ഒരാളാണ് ജിസ്. പിന്നെ 12 വർഷം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, 8 വർഷം കഴിഞ്ഞ ഒരു കൂട്ടുകാരെ തലയിലാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത് ഓൾറെഡി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലായി കഴിഞ്ഞു. ഓക്കെ, ഒന്നിച്ച് ചെയ്ത സിനിമകളിൽ എല്ലാം ബെസ്റ്റ് മെമ്മറീസ് ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തൊരു സിനിമ ഏതായിരിക്കും രണ്ടുപേരും ഒന്നിച്ച്? എനിക്ക് ഓഫ് കോഴ്സ് സൺഡേ ഹോളിഡേ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒരുപാട് ഫൺ മെമ്മറീസ് ഉണ്ടാവും. അത് എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന പോലെ തന്നെ. പക്ഷേ സൺഡേ ഹോളിഡേയിൽ ഒത്തിരി അത്തരം മെമ്മറീസ് കുറേ ഉള്ള പടമാണ്. ഒത്തിരി റിയൽ ആസിഫിനെ ഒരുപക്ഷെ എൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സൺഡേ ഹോളിഡേയിലെ അമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിലാണ്. ഓക്കെ, സൺഡേ ഹോളിഡേയിലെ ആ ഒരു ഹിറ്റ് സോങ് അല്ലേ, ഡാൻസ് കളിച്ച ആ ഒരു സോങ്, അത് ഭയങ്കര ഒരു ഹിറ്റ് സോങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും പിന്നെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ പോയൊരു പാട്ടായിരുന്നു അത്. എഴുതിയത് ജിസ്സാണ്. അർത്ഥമില്ലാത്ത വാക്കുകൾ വെച്ച് എങ്ങനെയാണ് ആ കടികട്ടി വാക്കുകൾ വെച്ച് ആ ഒരു പാട്ട്? 3-4 പാട്ട് വേറെ എഴുതിയിട്ടുണ്ട് തന്നെ. ആ വരികളൊന്ന് പറഞ്ഞേ പ്ലീസ്. കണ്ടോ നിന്റെ കണ്ണിലൊരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം, തുപ്ലോദയം, ഹുമേളനം. പാടിയ ആളിവിടെ ഉണ്ട്, അൻവർ സാഹത്തോട് ഇരിപ്പുണ്ട്. ഈ പാട്ടിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ, ഈ പാട്ട് വെച്ച് ഞാൻ ഡാൻസ് ചെയ്യണം, ഇതിന് ലിപ്പുണ്ട് കേട്ടോ. വരികൾ നമുക്ക് ഓർത്തിരിക്കണല്ലോ, അതൊരു വലിയ പ്രശ്നമായിരുന്നു. ക്ലോസ് വരുമ്പോ ഈ വാക്കുകളെല്ലാം ഞാൻ ഓർത്തിരുന്നിട്ട് ലിപ്പ് ചെയ്യണ്ടേ. ഞാൻ ഓരോ ടേക്ക് കഴിയുമ്പോ ഞാൻ ജിസിനെ ഇങ്ങനെ നോക്കുകയും. ഇങ്ങനെയൊക്കെ സാർ അനുപലവിലേക്കൊക്കെ വരുമ്പോഴേ, നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോപ്തിയായോ, തുലോം തുച്ഛോ മോഹിച്ചല്ലോ ഞാൻ.
ഇത് പാട്ട് ദീപക് ദേവ് കമ്പോസ് ചെയ്ത് തരുന്നത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേദിവസം രാത്രിയാണ്. ഓക്കെ. അപ്പൊ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യണം. അപ്പൊ അന്ന് രാത്രി ഇരുന്നിട്ട് എഴുതിയ പാട്ട്. അപ്പൊ പഠിക്കാനൊന്നും ഇവർക്ക് സമയം കൊടുത്തിട്ടില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഡാൻസ് ആണ്. ഓക്കെ. എങ്ങനെയൊക്കെ ഒപ്പിച്ചു എന്ന് വേണേ പറയാം. ഷാസിഫ് കൃത്യമായിട്ട് ലിപ്പ് പിടിച്ചു. അതാണ്. ഓക്കെ. ഷാനിക്ക. ഹലോ ഡിയർ. യെസ്. ആദ്യം തന്നെ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് എന്താ പറയാ, ഇന്ന് ഓരോ മൊമെന്റും നമുക്ക് മെമ്മറബിൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രഗത്ഭരായ വ്യക്തികൾ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ഓൾ ഹാപ്പി ടു ഹാവ് യു ഹിയർ. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ പടങ്ങളുടെ വലിയൊരു ഫാനാണ് ഞാൻ. താങ്ക് യു. അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. ആൻഡ് യു ഹാവ് ഗിവൺ us ബ്യൂട്ടിഫുൾ സോങ്സ് ഓൾസോ. ദീപകേട്ടനിലൂടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ആസിഫിനും. ആൻഡ് യുനോ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ മാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരത് സർ. യെസ്. സാർ ഓർക്കുന്നുണ്ടോ സാർ? ഞാൻ ഓർക്കുന്നതേ ഇല്ല. ഇല്ലല്ലോ. എനിക്കറിയേയില്ല. അല്ല, പക്ഷെ എനിക്ക് എവിടെ ഒരു ഓർമ്മ കിടക്കുന്നത്, അത് കൃത്യമായില്ലെങ്കിൽ ചുമ്മാ എടുത്തിട്ട് പറഞ്ഞിട്ട്. ശരത്തേട്ടനെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഷാനിക്ക. മഹാഭാവി. ഏതത്? ക്ലൂ തരാം. കൂടെ ജാസി ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ചിത്രായരും ഉണ്ടായിരുന്നു. ഞങ്ങളായിട്ട് തന്നെ മത്സരത്തില്. ഇതുപോലെ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമയില് കുഞ്ചാക്കോ ബോബൻ റിയാലിറ്റി ഷോ സിംഗർ ആയിരുന്നു. അപ്പൊ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ശരത്തേട്ടനും പിന്നെ ചിത്രായരും ജാസി ഗിഫ്റ്റും ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? മികച്ച അഭിനയം. റിയൽ ശരത്തേട്ടനായിട്ട് തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. അയ്യോ, ഇപ്പഴാ ഓർമ്മ വന്നത്. ജിച്ച കണ്ടതിൽ കുറെ സന്തോഷം. അവര് ഏതാണ്ടൊക്കെ പറയായിരുന്നു എൻ്റെ അടുത്ത്. നമുക്കിത് അങ്ങനെ അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ പറഞ്ഞു തരുമ്പോ എനിക്കാണെങ്കിൽ ചിരിയും വരുന്നു. നമ്മൾ ഇവരെ പറഞ്ഞു തന്നിട്ട് തിരിച്ചത് പറയുമ്പോ ഭയങ്കര കോമഡിയാണ്. പക്ഷെ എന്നാലും കണ്ടതിൽ കുറെ സന്തോഷം, കുറെ സന്തോഷം. കാരണം ഇപ്പഴാണ് ഞാൻ ഇവിടുന്ന് നടന്നു പോകുമ്പോ എന്തോ ഒരു വൃത്തികെട്ട ഓർമ്മ മനസ്സിലായി. കണ്ടതിൽ കുറെ സന്തോഷം. കാര്യം എല്ലാ പടങ്ങളും നമ്മൾ കണ്ടുള്ളതാണ്. നമുക്ക് കുറേ ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു കുളിര്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് ഒറ്റ ഫ്രണ്ടേ ഉള്ളൂ, ഒരു മഹസും ഷാ. അവൻ ആക്ട് ചെയ്ത ഒരു ഫിലിം ഇവിടെ ഒരു ഷോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബെഹറിൻ പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പം അവൻ വന്നിട്ട് അവൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് എന്നെ കണ്ടിട്ട് പോയി. അപ്പം അത് അവന് ഒരാളെ ഉള്ളൂ നമ്മുടെ ഒരു ആത്മാർത്ഥ ഫ്രണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അവനുമായിട്ടൊക്കെ കണക്ട് ചെയ്തു. കുറേ സന്തോഷം കണ്ടതിൽ. ഇനിയും ഭീകര പാട്ടുകളും ഭീകര സിനിമകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ അഭിനയിക്കാൻ വിളിക്കരുത്. മ്യൂസിക് ചെയ്യാൻ വിളിക്കും സാർ. അതിന് വിളിക്കും. അതിനാരും വിളിക്കാത്തത്? ചേച്ചി ജോയ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. കാരണം എന്താന്ന് വെച്ചാല് മഞ്ചരിയോ ശ്രുതകാകളിയോ രണ്ടാം പാദത്തിൽ പ്യാരിതയോ, ഇതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ പാട്ടിനകത്ത് ഒരുപാട് വരികൾ, ബുദ്ധിമുട്ടുള്ള വരികളാണ്. എനിക്ക് ഈ പാട്ട് ഇഷ്ടമായിട്ട് ഞാൻ അത് സ്റ്റേജിൽ പാടാൻ പോയി. അപ്പൊ ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് കിട്ടിയ വരി ഇത് എന്റെ പേരുള്ളത് കൊണ്ട് എനിക്ക് ആ ലൈന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, ബ്യൂട്ടിഫുൾ വരികൾ. ശരിക്കും ഞങ്ങള് ഒരുപാട് വേദികളിൽ ഇതുപോലെ കുട്ടികള് കോമ്പറ്റീഷൻസിന് പാടുമ്പോഴൊക്കെ ഈ പാട്ട് എടുത്തു കൊണ്ടുവരും. ചലഞ്ച് സോങ് ആയിട്ട് ചില സമയത്ത്. നല്ല പാട്ടാണ്. അത് നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ പേര് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പാട്ട് ചെയ്തതിലും എനിക്ക് വളരെ സന്തോഷം. ഈ ഒരു അവസരത്തിൽ ഹാപ്പി ഓണം പറഞ്ഞുകൊള്ളുന്നു. കഴിഞ്ഞ മാസം കണ്ടു ജിസേട്ടനെ. മോന്റെ ആദുവിന്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. ജിസേട്ടന് ഞങ്ങൾ ഒരുമിച്ചൊരു നമ്മൾ കുറെ വർഷം മുന്നേ ഒരു സിനിമ, ഞാൻ ലവ് ആക്ഷന്റെ സമയത്ത് ഒരു കഥ കേട്ടിരുന്നു. അന്നത് വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് നമ്മളത് ചെയ്യാൻ പറ്റിയില്ല. ജിസേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ സിനിമകളൊക്കെയാണ് ജിസേട്ടന്റെ ശബ്ദത്തിൽ മറ്റേ ഹാപ്പി ബണ്ണി അത് പറയണല്ലോ. ആര്യൻ 2007 നീ കുട്ടിയാണ്. ഞാൻ കുട്ടിയാണ്. ഞാനിപ്പോഴും അല്ല ജിസേട്ടാ പ്ലീസ്, ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ വേണ്ടിട്ട് ഒന്ന് ഏതെങ്കിലും ഒരു ഡയലോഗ് പ്ലീസ്. പിന്നെന്താ, അതൊന്നും റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുമ്പോ പോലെ അത് തന്നെ. എന്നടുത്ത് കഴിഞ്ഞ സാറ് പറഞ്ഞു ഈ അല്ലു അർജുന്റെ ശബ്ദം ഒന്ന് മിമിക്രി ചെയ്യാവോന്ന്. അല്ലുവിന്റെ ശബ്ദം ഞാൻ എങ്ങനെ മിമിക്രി ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ശബ്ദം. എന്നാലും ഒരു ഒറ്റ ഡയലോഗ് പറയാം. ഇപ്പൊ എവിടെ ചെന്നാലും പറയുന്ന ഡയലോഗാണ്. ഏറ്റവും പുതിയ പടത്തിന്റെ ആയതുകൊണ്ട്. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയറടാ. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇന്ത്യ ഒന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ.
സൂപ്പർ സൂപ്പർ സൂപ്പർ. ധ്യാന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ ഞാൻ ചേട്ടൻ ചെയ്യൂ ഇത്. ധ്യാനും വിനീതുമായിട്ടുള്ള സൗഹൃദത്തെക്കാൾ ഏറെ എനിക്ക് സൗഹൃദമുള്ള ഒരാള് ശ്രീനേട്ടനാണ്. കാരണം സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമ ഞാൻ ആസിഫിനോട് പറഞ്ഞിരുന്നു, ആസിഫെ എല്ലാവർക്കും റീപ്ലേസ്മെന്റ് ഉണ്ട്. സൺഡേ ഹോളിഡേക്ക് സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്, ആസിഫ് അലിക്കുണ്ട്, ബാക്കി എല്ലാവർക്കും ഉണ്ട്, ലാൽ ജോസിനുണ്ട്, ആശാ ശരത്തിനുണ്ട്. അതിൽ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരാൾ ശ്രീനേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ശരി ആസിഫെ? അപ്പൊ ഞങ്ങള് ഓർക്കുന്നുണ്ടോ ആ ദിവസം ഞാൻ ശ്രീനേട്ടനെ കാണാൻ വേണ്ടിയിട്ട് കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ആസിഫിനോട് അളിയാ ഒന്ന് പ്രാർത്ഥിക്കണേ, പുള്ളി നോ പറയല്ലേ. കാരണം ആശുപത്രി കിടക്കുന്ന ലാൽ ജോസ് സാറിന്റെ കഥാപാത്രത്തിന്റെ അടുത്ത് യാതൊരു ഔചിത്യവും ഇല്ലാതെ വന്ന് കഥ പറഞ്ഞു, സിനിമയുടെ കഥ പറഞ്ഞ് കേൾപ്പിച്ച് കമ്മിറ്റ് ചെയ്യിക്കണം. ഇതാണ് ആ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഒരു സൺഡേ ആണ് കഥ നടക്കുന്നത്, അതുകൊണ്ടാണ് സൺഡേ ഹോളിഡേ. അപ്പൊ അത് അത്രയും പേടിച്ചിട്ടാണ് പോയത്. പക്ഷെ അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ്. എൻ്റെ അടുത്ത് മൊത്തം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഞാൻ 2 മണിക്കൂർ എടുത്ത് സാമാന്യം മോശമായിട്ടാണ് ആ കഥ പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്കറിയാം ശ്രീനേട്ടൻ ഇമോട്ട് ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന ഒരു തമാശയ്ക്കും ശ്രീനേട്ടൻ ചിരിക്കുന്നില്ല, ശ്രീനിവാസ് ഒരു ഇമോഷനും തിരിച്ചു തരുന്നില്ല, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി, എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി. വൈക്കത്തുള്ളൊരു വീട്ടിലിരുന്നാണ് ഞാൻ കഥ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീനേട്ടൻ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാർ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ മാസം തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു സത്യമായിട്ടും ഈ കഥ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഇഷ്ടമാവാതെ ഇത് ചെയ്യാന്ന് പറയാൻ താൻ എൻ്റെ അമ്മായിയുടെ മോനോ പെങ്ങളുടെ മോനോ വല്ലതും ആണോ? ഒരു കാര്യം കൂടെ ഉണ്ട്, 4 മണിക്കാണ് എന്നോട് വരാൻ പറഞ്ഞത്. ഞാനിങ്ങനെ പല തിരക്കുകൊണ്ട് ഓടിപ്പിടിച്ച് ഇവിടുന്ന് വൈക്കത്തെത്തി വീട് കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും 4:45 5 മണിയായി. ശ്രീനാട്ടനിരുന്ന് വേറൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുക ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ, ഒരു കായലോരത്തുള്ള മനോഹരമായ വീട്. അപ്പൊ ഞാൻ പേടിച്ച് കുറെ സ്റ്റോറി എല്ലാം പറഞ്ഞു ഇവിടെ ഇരുന്ന് ശ്രീനാട്ടൻ തിരിച്ച് മിണ്ടുന്നേയില്ല, എൻ്റെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ പതറിയിരിക്കുക, ഒരു സിംഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീനേട്ട എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ പറഞ്ഞു ഞാൻ 4 മണിക്കായിരുന്നല്ലോ അപ്പോയിൻമെന്റ്, അതൊക്കെ അറിയാമല്ലേ? ഞാൻ പറഞ്ഞു അതെ, എനിക്ക് കാലടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ മീറ്റിങ്ങിന് താൻ പോകാൻ വൈകിക്കാണ്. അല്ല ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു എടോ ഒരു ആളെടുത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും ലേറ്റ് ആവരുത്, തൻ്റെ തിരക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവർക്കും തിരക്കുണ്ട്. ഓക്കെ കഴിഞ്ഞു, ഇനി എൻ്റെ ഉള്ളിൽ ദേഷ്യമില്ല, ഇനി അത് താൻ ആലോചിക്കണ്ട, കഥ ഫ്രഷായിട്ട് പറഞ്ഞോളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം. പിന്നീട് അത് കഴിഞ്ഞ് ചെയ്ത മോഹൻകുമാർ ഫാൻസിലും അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിരുന്നു. പലപ്പോഴും വീട്ടിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ശ്രീനേട്ടൻ. എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യസ്നേഹി, സാത്വികൻ. ജിസേട്ടാ ഇപ്പൊ എന്തായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ. ഞാൻ എനിക്ക് ആസിഫിക്ക് ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയും അതിലെ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫീൽ ഗുഡ് സിനിമകൾ, ബൈസൈക്കിൾ തീവ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഫീൽ ഗുഡ് സിനിമകളും നേരെ മറിച്ച് തലവൻ പോലത്തെ സിനിമകൾ, ഏതാണ് ജിസേട്ടന് കൂടുതൽ ഇഷ്ടമുള്ളത്? ഏറ്റവും കൂടുതൽ പേഴ്സണലി സത്യസന്ധമായിട്ട് പറയാൻ പറഞ്ഞാൽ ഫീൽ ഗുഡ് സിനിമകളാണ്. കാരണം ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാനാണ് ഇവിടെ ആൾക്കാർ അധികം ഇല്ലാത്തത്. മറ്റേത് ത്രില്ലേഴ്സ് ചെയ്യാനോ ആക്ഷൻ ചെയ്യാനോ ഹൊറർ ചെയ്യാനോ ഇഷ്ടംപോലെ സംവിധായകരുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്യാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമാണ്. എപ്പോഴും ആളുകൾക്ക് 100 കൂട്ടം ടെൻഷനുണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഒരു ലോഡ് ടെൻഷനുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. അപ്പോൾ അവർ അതെല്ലാം 2.5 മണിക്കൂർ അവരെ മറക്കാൻ സഹായിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. അതാണ് ആ അർത്ഥത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫീൽ ഗുഡ് സിനിമകളാണ്. അപ്പൊ ഇനിയും അതുപോലത്തെ സിനിമകൾ ഞങ്ങൾക്ക് തരിക. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ സൺഡേ ഹോളിഡേയിലെ ആ ഹിറ്റ് സോങ് പാടാനായിട്ട് നമ്മുടെ അൻവർക്ക് എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം അൻവർക്ക്. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം ദൃഷ്ടാടനം, കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാവമായി തുപ്ലോദയം. നീ അറിഞ്ഞോ വേണ്ടേ പാരിക്ഷോഭിയായോ, തുലം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ, കാറ്റുപോയോ വേണ്ടേ ഇഷ്ടകാന്തം നീയേ, ഉള്ളിൽ തുള്ളിച്ചാടും പൂക്കും ചനം ഭിന്നം ചടപടയോളം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം ദൃഷ്ടാടനം, കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാവമായി
തുപ്ലോദയം. Come on, yeah. ദുർഞ്ഞത്ത് നിൻമാറത്ത് വേടം തേടിയ മലനിരയോ ആകവിളത്തെ പിഞ്ഞാണത്തിൽ മോരിൽ മുങ്ങിയ കുന്തിതമോ നിൻ പാട്ടിൽ മുട്ടാകോട്ടം നിൻ വരിക്കപ്ലാവിൻ തോട്ടം ഇനി സുമ്മക്ഷോഭിയാകണം നീ പൊക്കാളിപ്പൂം കാറ്റ് എന്നിഷ്ടരാഗം പാട്ട് നീ എന്നെ നോക്കും നേരം നെഞ്ചിൽ ടിഷും 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 കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം പ്രക്ഷോഭനം ദൃഷ്ടാടനം കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം ദൃഷ്ടാപമായി തുപ്ലോദയം. മഞ്ചരിയ ശ്രതകാകളിയ രണ്ടാം പാദത്തിൽ പ്യാരിതയോ നിൻ ചട്ടികളിൽ ഒരു ചീലാവായി എന്നും നീന്താൻ തോന്നുവതോ ഹാപ്പി ന്യൂ ഇയർ ഞാനും റിപ്പബ്ലിക് ഡേയോ നീയും ഒരു ഹോളിഡേയിൽ അർമാദന്മാ 100 കിണ്ടൽ പൊന്നെ നിൻ തുത്തളാക്കം കണ്ട് ഒട്ടിച്ചേരും നെയ്ച്ചോറായി നമ്മൾ ഡിസ്കോ 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 കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം പ്രക്ഷോഭനം ദൃഷ്ടാടനം കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം ദൃഷ്ടാപമായി തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോപ്തിയായോ ദൂരം വെച്ചു മോഹിച്ചല്ലോ ഞാൻ കാറ്റുപോയോ പെണ്ണെ ഇഷ്ടകാന്തം നീയേ ഉള്ളിൽ തുള്ളിച്ചാടും പൂക്കും ചന്നം പിന്നം ചടപടയോളം. താങ്ക് യു. രണ്ടാം ഭാഗത്തിൽ അന്തിമ രണ്ടക്ഷരം കുറഞ്ഞ വ്യക്തിയാണ് നീ. അൻവർക്ക് സൂപ്പർ. താങ്ക് യു. അൻവർക്ക് ഇതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണോ പാടിയത്? അർത്ഥം തീരെ ഇല്ല, അർത്ഥമില്ലാതെ ഉണ്ടാക്കിയ പാട്ടാ. ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ വന്നു ദീപകിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പൊ എത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ജിസ്മോൻ കൂടെ ഉണ്ട്, വരികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പം എഴുതാൻ പറ്റില്ല, ട്രിവാൻഡ്രത്ത് ഇതുവരെ വരാൻ ഒരു 5 മണിക്കൂർ എനിക്ക് സമയം തരണം, ഞാൻ വന്നോളാം, വണ്ടി ഓടി വന്നോളാം എന്ന് പറഞ്ഞു. വന്നപ്പോൾ വൈകുന്നേരമായി. കുറച്ച് അത്ര കട്ടിയില്ലാത്ത കുറേ അധികം വാക്കുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു കട്ടപ്പെട്ടി ചിരവരയോളം എന്നൊക്കെയാണ് ആദ്യം എഴുതിയിരുന്നത്. അതിന് നമ്മൾ ചടപട എന്നൊക്കെ ആക്കി, ചട്ടപ്പട്ട യോളം എന്നൊക്കെ ആക്കി കുറച്ചൊക്കെ മാറ്റം വരുത്തി. ശ്രുതി ഇതായിരുന്നില്ല കേട്ടോ, ഷാനെ 5-നായിരുന്നു പാട്ട്. ഞാൻ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു ദീപക്, ഒരു നോട്ടൂടെ കൂട്ടി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ 6-നാക്കി. ഒരു പാടുമ്പോൾ ഒരു പഞ്ച് വരണ്ടേ, അപ്പം അങ്ങനെ 6-നാക്കി. അതിന് ശേഷമാണ് ഇത് പാടിയത്. ജില്ലയിലൊക്കെ പാടിയത് 5-നായിരുന്നു. അപ്പോൾ ആ ഒരു ശ്രുതി വെച്ച് അതായിരിക്കും ഞാൻ പാടുക എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു നോട്ടൂടെ കൂട്ടിച്ചു, പാടി വന്നപ്പോൾ കൊള്ളാം. മലയാള ഭാഷയ്ക്ക് കുറേയധികം അർത്ഥമില്ലാത്ത വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ജിസ്മോയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു. അതിൽ അഭിമാനിക്കാം. എന്ത് രസമല്ലേ. ദുന്യം, തുപ്ലോദയം, കുറേയധികം വാക്കുകൾ. ഹുമേളനം, മീഷ്ടഗ്ലാന്തം നീയെ ഉള്ളിൽ തുള്ളിച്ചാടും പോകും ചന്നം പിന്നം ചാട വാടയോളം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും ഒരു ധാരണ? ഞാനിങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഇവർ ഇത് എങ്ങനെ എങ്ങനെ ഇത് ചിത്രീകരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് ഇതിന്റെ പാട്ട് വന്ന സമയത്ത് ഈ ധർമ്മജന്റെ എൻട്രിയും പാട്ട് നല്ല രസമാണ്. ആ ഒരു ബാറിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് അവിടെ നിന്നുള്ള ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിത്രീകരണം വളരെ നന്നായിരുന്നു. രസമായിട്ട് വന്നു. ഈ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചതാണ്. ഓക്കെ ധ്യാൻ ചേട്ടാ,
എന്തായിരുന്നു ആ വാക്ക്? തുപ്ലോദയം. തുപ്ലോദയം, ദ്രുണ്യം. ദ്രുണ്യം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ദ്രുണ്യം എന്നുള്ള വാക്ക്. എന്താ ധ്യാൻ ചേട്ടാ ദ്രുണ്യം? എഴുതിയ ആളിതായിരിക്കണം ദ്രുണ്യത്തിന്റെ. ഞാൻ ധ്യാൻ ചേട്ടനോടല്ലോ ചോദിച്ചേ. അറിയില്ല. ആ ദ്രുണ്യത്തോ നിൻ മാറത്തോ എന്നാണ്. അപ്പൊ മാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ദ്രുണ്യം. അപ്പൊ എന്തോ പ്രശ്നം. ഓക്കെ. പിന്നെന്താ വേടൻ തുപ്ലോദയം? നേടിയ മലനിരയോ, വേടന്മാരൊക്കെ മലകളിലാണ്, അതുകൊണ്ടാണ് മലനിരയോ എന്ന് വെച്ചത്. തുപ്ലോദയം ആ വരി എന്തായിരുന്നു? തുപ്ലോദയം നീ അറിഞ്ഞു പെണ്ണെ, പാരിക്ഷോപ്തി എന്നുള്ള വാക്കുണ്ട്. ഓ എന്താ ശരത് സാർ? അതിന്റെ തുപ്ലോദയം ചിലപ്പോ രാവിലെ തുപ്പുന്നുണ്ട്. ഉദയവും തുപ്പലും നമ്മള് വൈകിട്ടാണ് വൈകുന്നേരമായിരുന്നു. എന്നാലും എന്റെ ജിസ്സേ ഭീകരം കേട്ടോ. ഓ എഴുതി വല്ലാത്തൊരു അവസ്ഥയിലാക്കി കളഞ്ഞു. മനോഹരമായ വരികൾ. അതെ, പാടാൻ പറ്റി, വലിയ സന്തോഷം. ഇത് ഇത് ജിസേ നമ്മുടെ ഇത് ഈ പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ മലയാള വാക്കുകൾ കാണുമെന്ന്. നമുക്ക് കാര്യം എൻ്റെ അമ്മ മലയാളം BA ആണ്, അമ്മയുടെ മലയാളം എനിക്കുള്ളത്. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ തുപ്ലോദയം ഒന്നും കേട്ടിട്ടില്ല, തുപ്പലെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പം എന്ത് ഇത് ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടു. അത് എന്തൊക്കെയായാലും അതിമനോഹരം, ഗംഭീരം. താങ്ക് യു. എനിക്ക് ആ റിപ്പബ്ലിക് ഡേയോ നീയോ അതില്ലേ, ഹാപ്പി ന്യൂ ഇയർ നീയും റിപ്പബ്ലിക് ഡേയോ, ഒരു ഹോളിഡേയിൻ ഒരു ഹോളിഡേയിൻ അർമാദമോ, ഒരു ഹോളിഡേയിൻ അർമാദമോ 100 കിൻഡൽ പൊന്നെ നിൻ തുത്തളാങ്കം കണ്ടേ. അതെന്താണ് തുത്തളാങ്കം? അല്ല, തുത്തളാങ്കം എന്ന് പറയണോ? അത് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അത് വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. രജീഷ അതിന്റെ അർത്ഥങ്ങളിലേക്കൊക്കെ പോയി. അതിന്റെ മീനിങ് എന്തെങ്കിലും കിട്ടിയോ? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടിച്ചേർന്ന നെയ്ച്ചോറില്ലേ? ഒട്ടിച്ചേർന്ന നെയ്ച്ചോറ്. ഒട്ടിച്ചേർന്ന നെയ്ച്ചോറ്. നമ്മൾ ഡിസ്കോ ഡിസ്കോ ഡിസ്കോ. ഓക്കെ. അപ്പൊ താങ്ക് യു അൻവറിക്ക, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തതായി ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിൽ ഒരു അടിപൊളി നമ്പറായി പാടാൻ വരുന്നു നമ്മളുടെ വൈഗ കുട്ടിയാണ്. വൈഗ ഓൾറെഡി സൂപ്പർ സ്റ്റാറിൽ കുറെ വേഴ്സറ്റൈൽ പെർഫോമൻസ് ഒക്കെ ആയിട്ട് തകർത്ത ഒരാളാണ്. വൈഗയുടെ ഫാസ്റ്റ് ട്രാക്ക് പെർഫോമൻസ് നമ്മൾ കാണാം. സോ ലെറ്റ്സ് വെൽക്കം വൈഗ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയൊട്ടി അറബാദിൽ പണിയും ഞാൻ. ഹലിലേ ഹലിലേ. ഓക്കെ, അപ്പൊ ഒരു അടിപൊളി തകർപ്പൻ പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് പോണതിന് മുന്നേ ആസിഫിക്ക ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ആസിഫിക്ക ഒരുപാട് സ്ലാങ്ങിലുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? തൃശ്ശൂർ സ്ലാങ് ഉണ്ട്, പിന്നെ എനിക്കൊന്ന് ഒഴിമുറിയില് ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ് ഇക്ക? പിന്നെ കണ്ണൂർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ടഫ് ഏതായിരുന്നു? ഏത് സ്ലാങ് പഠിക്കാനായിരുന്നു ടഫ് ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഒഴിമുറി ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു. പക്ഷെ അത് മധുപാൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഇടുക്കി ചെയ്യാൻ ഒരു ഇച്ചിരി, അതായത് ഞാൻ തൊടുപുഴക്കാരനാണ്, പക്ഷെ എന്റെ സ്കൂൾ മുതൽ ഞാൻ എറണാകുളമൊക്കെ ആയിട്ട് നിന്നു. കൂടുതലും ഫ്രണ്ട്സ് എറണാകുളത്ത് നിന്നാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ഇടുക്കി സ്ലാങ് മിസ്സിംഗ് ആണ്. ഞാൻ അറിയാം. അപ്പൊ അത് ഒരു ഇച്ചിരി കറക്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ കെട്ടിയോളൻ എന്റെ മാലാഖയിലാണ് അത് ട്രൈ ചെയ്തത്. ആ സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എക്സാക്ട്ലി സംസാരിക്കുന്നത് ആ സ്ലാങ്ങിലാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ അല്ലേ? കൊറേ സമയം എടുത്തതായിരുന്നു അല്ലേ? കൊടുങ്ങല്ലൂര് പഠിക്കാൻ കൊറേ സമയം, കുറച്ചധികം എടുത്തായിരുന്നു. സമീഗോയ്ക്ക് വേണ്ടിട്ട് അത് ഞാൻ പറഞ്ഞത് നസ്ലിന്റെ സിനിമ കണ്ടാണ് അത് പഠിച്ചത്. എന്താണ് ആ സാധനം? ഓക്കെ, അപ്പോ ആസിഫിക്കയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് വരാൻ പോവാണ്. കണ്ണടച്ചു നിന്നോ, നേരെ നോക്കി കണ്ണടച്ചു നിന്നോ. ആ സർപ്രൈസ് ഇപ്പൊ വന്ന് ആസിഫിക്കയുടെ കണ്ണ് പൊത്തും. ഇനി വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഇത് ആരായിരിക്കും ഇക്ക? ആരാണേലും വിറക്കുന്ന കൈ. റിൻസി. പറഞ്ഞു കൊടുത്തല്ലേ, ഞങ്ങൾ ബിൽഡപ്പ് ഒക്കെ ഇട്ട് വരും. ശബ്ദം കേട്ടാ മനസ്സിലാവുമെന്ന് പിന്നെ റിൻസിയുടെ ശബ്ദം കേട്ട സ്ലീവാച്ചന് മനസ്സിലാവാതിരിക്കും. അയ്യോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സ്ലാങ്ങിൽ ഒന്ന് സംസാരിക്കോ? എനിക്ക് ആ സ്ലാങ് ഉണ്ടായിരുന്നില്ല. ഓക്കെ,
എനിക്ക് നോർമൽ ഞാൻ സംസാരിക്കുന്ന സ്ലാങ്ങിൽ തന്നെ പക്ഷെ തിരിച്ച് മറുപടി കൊടുത്താ മതി. ഓ ഞാനിനി എന്നാ പറയാനാണ് ഈ കൊച്ചിനോട്? കൊച്ചു പറ വച്ചേ. എന്ത് പറയാനോ? അതാ സമയം കഴിഞ്ഞപ്പോ മറന്നുപോയി. അയ്യോ. ഓക്കെ വീണ ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. ഇപ്പൊ ദാ ഒരു നായിക അവിടെ ഇരിപ്പുണ്ട്. അടുത്ത നായികയെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആസിഫിക്കയുടെ കൂടെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ? കെട്ടിയോളാണ് എന്റെ മാലാക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റേതായിട്ടുള്ളൊരു ഫസ്റ്റ് സിനിമയായിരുന്നു അത്. അപ്പോൾ ആസിഫ് ആക്ച്വലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ആസിഫിന് അല്ല കറക്റ്റാണ്, ആസിഫിന്റെ സീൻസ് ഇല്ലെങ്കിൽ പോലും ഇപ്പൊ എന്റെ മാത്രമായിട്ട് ഒരു ഷോട്ട് ആണെങ്കിൽ അവിടെ ആസിഫിന്റെ ആവശ്യമില്ലെങ്കിൽ ആസിഫ് അവിടെ ഇരുന്ന് ഡയലോഗ് പറഞ്ഞ് അങ്ങനെ ഒക്കെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നൈസ്. ഓക്കെ, ഇക്കയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മൂവി ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ലുക്കില്, ആ ഒരു സ്ലാങ്ങില്. അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ടാവല്ലോ, ബിക്കോസ് ഭാര്യ ഭർത്താവ് ഒരു ബന്ധം നമ്മൾ കാണിക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു. എങ്ങനെയായിരുന്നു ചേച്ചിയായിട്ട് അഭിനയിച്ചപ്പോ ആ ഒരു സിനിമയില്? വീണയ്ക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് വീട്ടിലെ സീക്വൻസസ് ആണ്. പ്രിൻസി കല്യാണം കഴിഞ്ഞ് വരുന്നതും ലീവാച്ചനായിട്ട് അടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ അത് ആ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തു. പേടി സത്യമായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു എന്താ പറയാ, വീണയുടെ ഒരു ഫസ്റ്റ് ഫിലിം ആണെന്ന് ഒരിക്കലും നമുക്ക് ആ സിനിമ കാണാൻ തോന്നില്ല. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. കാര്യം എന്നെയും ഒത്തിരി ആളുകൾ ഇപ്പോഴും കാണുമ്പോൾ, പ്രത്യേകിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സ് ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ സ്ലീവാച്ചൻ റിൻസിയുടെ അടുത്ത് പോയി കുറ്റസമ്മതം നടത്തുന്നതും, അപ്പൊ ഒരു ഭയങ്കര സിനിമാറ്റിക് ആയ എൻഡിങ് ഒന്നും അല്ല, സിനിമാറ്റിക് ആയ ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല, ഭയങ്കര ഒറിജിനൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. എന്നിട്ടും ആളുകൾക്ക് എല്ലാവർക്കും ആ ക്ലൈമാക്സ് വർക്കായി, ഒത്തിരി പേര് ഇമോഷണലി കണക്ട് ആയി. അപ്പൊ അതൊരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഓർഗാനിക് ആണ് ആ സിനിമ. എനിക്കാണെങ്കിൽ ഇപ്പോഴും എവിടെ പോയാലും എന്നോട് ഫസ്റ്റ് റിൻസി സ്ലീവാച്ചൻ എവിടെയെന്നാണ് പുറത്തുനിന്ന് ആൾക്കാർ എപ്പോഴും കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത്. ഓ ഓക്കെ. ധ്യാൻ ചേട്ടാ, ധ്യാൻ ചേട്ടൻ ഇങ്ങനെ ഡിഫറെന്റ് സ്ലാങ്ങിൽ ഏതായിരിക്കും ചെയ്തിട്ടുണ്ടാവാ? ധ്യാൻ ചേട്ടൻ ഞാൻ ഒരു സ്ലാങ് ഒരു ലുക്കിൽ ഇത്രയും പടം ചെയ്ത് വേറെ ഞാൻ മാത്രമേ ഒറ്റ സ്ലാങ് ഒരു ഡിഫറെന്റ് സ്ലാങ്ങും പിടിച്ചിട്ടില്ല. ഇല്ല. ധ്യാൻ ചേട്ടൻ കൂടെ അഭിനയിച്ചാൽ ഇപ്പൊ ഇതുപോലെ ഏറ്റവും നല്ലൊരു നായിക ഏതായിരിക്കും? ആസിഫ് ഖാനെ പോലെ ഞാൻ നായികമാരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നായകനല്ല. അല്ല, ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല പൊതുവെ. അല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. സിനിമ പയ്യെ തീർന്നാ മതി ഷൂട്ടിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ സ്ലീവാച്ച റിൻസിക്ക് വേണ്ടി നമ്മൾ ആ ലെവൽ ക്രോസ് സെഗ്മെന്റ് നടത്താൻ പോവാണ്. അപ്പൊ റിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ സ്ലീവാച്ചൻ ഇവിടെ നിൽക്കണം പ്ലീസ്. ശരി, ഏത് കണ്ണു നോക്കിയിരിക്കാണ്? അല്ലല്ല, ഇത് വേറെ ടാസ്ക്. ഇത് ഒറ്റയ്ക്കുള്ള ടാസ്ക് ആണ്. എന്നാലാണ് ഈ ക്രോസ് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടാസ്ക് തരട്ടെ? ഓക്കെ വീണ ചേച്ചി, ഇതില് ടാസ്കുകൾ ഉണ്ട്. ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിക്കാം. അതിൽ ഏത് ടാസ്ക് ആണോ അത് ചേച്ചി ചെയ്യണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ വീണ ചേച്ചിക്ക് കിട്ടുന്ന ടാസ്ക് ലെവൽ ക്രോസ് സെഗ്മെന്റിൽ ഈ പാട്ടൊന്ന് പാടുക. ഓക്കെ, ചെറിയ പാട്ടാ, ഒന്ന് വായിച്ചു നോക്കൂ. താരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ട് കിണക്കണ കടലിൻ കുട്ടികൾ അക്കരെ. ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ? കഴിയണവരെ ഞാൻ ഇവിടെ നിൽക്കണോ? ഇരിക്കാലോ. താങ്ക് യു, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് വായിക്കറിയില്ല. ഓക്കെ, എന്നാ പിന്നെ അറിയുന്ന ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുത്താം. अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम। मुबारक है तुम्हें कि तुम किसी के दूर हो गए, किसी के इतने पास हो कि सबसे दूर हो गए। अजीब दास्तां है ये। അടിപൊളിയായിട്ട് പാടി. സ്ലീവാച്ചനെ കണ്ടപ്പോ ഈ പാട്ട് ഓർമ്മ വന്നായിരിക്കും അല്ലേ? അങ്ങനെ ആണോ? കിത്നെ ദൂർ ഹോ ഗയേ. ഓക്കെ, വെൽക്കം ചേച്ചി.
ഇപ്പോ ചെറിയ ടെൻഷൻസ് ഒക്കെ ഇങ്ങനെ കൂടിയല്ലേ. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിലെ വിധി നിർണയത്തിന് മുന്നേയുള്ള ലാസ്റ്റ് 2 പെർഫോമൻസ്, ഇനി ആ 2 പെർഫോമൻസ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അതിനുശേഷം നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും ആരാണ് ഈ സൂപ്പർ സ്റ്റാറിന്റെ വിന്നർ എന്നുള്ളത്. അപ്പൊ എന്തായാലും അതൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്താം. ആ 2 പെർഫോമൻസ് നമ്മൾ എന്തായാലും അടിച്ചു പൊളിക്കാൻ പോവാണ്. അടുത്തതായി പാടാൻ വരുന്നു നമ്മുടെ ധ്രുവ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ. नाचे नाचे कोई वहाँ आह नाचे नाचे सारे हंसी आह नाचे नाचे सारे जवां आह नाचे नाचे कोई यहाँ आह नाचे नाचे कोई वहाँ आह नाचे नाचे सारे हंसी आह नाचे नाचे सारे जवां नाचे नाचे औवा औवा तुमसे है तुमसे प्यार औवा औवा मानो ना मेरे यार औवा औवा तुमसे है तुमसे प्यार प्यारा है गाना यही गाना बचाना यही तुर तुर तराना बैंग बैंग माने ना माने कोई हमने तो माना यही सुनना सुनाना बैंग बैंग किसी का दिल नचे नचे किसी की जान नचे नचे सारे हंसी आह नचे नचे सारे जवां नचे नचे औवा औवा तुमसे है तुमसे प्यार औवा औवा मानो ना मेरे यार औवा औवा तुमसे है तुमसे प्यार दिल को चलाना नहीं कुछ भी छुपाना नहीं छोटा बहाना बैंग बैंग इतनी खुशी है यहाँ जिसका ठिकाना नहीं लूटो हजाना बैंग बैंग कहीं शमा नचे नचे कहीं दुआ नचे नचे सारे हंसी नचे नचे सारे जवां नचे नचे औवा औवा तुमसे है तुमसे प्यार औवा औवा मानो ना मेरे यार औवा औवा तुमसे है तुमसे प्यार sweet 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 la 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 दुनिया दीवानी लगे कितनी सुहानी लगे करती जवानी बैंग बैंग गाँव में गीत कोई सबकी कहानी लगे यादें पुरानी बैंग बैंग सारी फिजा नचे नचे सारा जहां नचे नचे सारे हंसी नचे नचे सारे जवां नचे नचे औवा औवा होके दीवाना नाच औवा औवा नाचे जमाना नाच औवा औवा होके दीवाना नाच ओ
സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് അടുത്തതായി ഒന്നുകൂടെ ആസിഫിക്കയുടെ ഒരു ഫ്രണ്ട് വരാൻ പോവാണ്. ഇതിപ്പോ ഒരു ഫാമിലി സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും. അപ്പുറത്തിരിക്കുന്നു. ഓക്കെ, ആരാണ് നോക്കട്ടെ? ആരാണ് നോക്കട്ടെ? ഓക്കെ, ഞാൻ പറയട്ടെ, കുറച്ച് ക്ലൂസ് തരാം. ഓക്കെ, ഒരു പ്രൊഡ്യൂസർ ആണ്, ഓക്കെ, ഒരു ആക്ടർ ആണ്. ഓക്കെ. പണ്ടൊരു ആങ്കർ ആയിരുന്നോ? നമ്മുടെയൊക്കെ സൂപ്പർ സീനിയർ ആയിരുന്നോ? ഇപ്പൊ ഞാനും ജിസും ഇവിടെ വന്നതിന്റെ കാരണത്തിൽ ഒരാൾ അയാളാണോ? അതെ, മിസ്റ്റർ അരുൺ നാരായണൻ. യെസ്, വെൽക്കം അരുൺ നാരായണൻ. ഹായ് അരുൺ ചേട്ടാ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. തലവന്റെ ശരിക്കുള്ള തലവൻ എന്ന പ്രോജക്റ്റ് ഓൺ ആവാനുള്ള ഒരാളല്ലേ? എങ്ങനെയായിരുന്നു ജിസേട്ടനായിട്ട്? ഇപ്പൊ തലവൻ എന്ന് പറഞ്ഞൊരു സിനിമ നമുക്കറിയാം, ബിജു ചേട്ടനും ആസിഫിക്കും കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ജിസേട്ടന്റെ ഈ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് മാറി വേറെ ഒരു ജോണർ പിടിച്ചൊരു സിനിമയും കൂടെ ആയിരുന്നു, സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമ. ആ ഒരു സിനിമ കൈ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ഡിസ്കഷൻസ് എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും ജിസിന്റെ സ്ഥിരം സിനിമകൾ, ഫീൽ ഗുഡ് സിനിമകളുടെ ആളായിട്ടാണ് ജിസിനെ എപ്പോഴും അറിയപ്പെടുന്നത്. ജിസ് അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് മാറി ചെയ്ത ആദ്യ സിനിമ തലവനായിരുന്നില്ല, ഇന്നലെ വരെ എന്ന സിനിമയായിരുന്നു ആ ജോണിൽ നിന്ന് മാറിയ സിനിമ. തീർച്ചയായിട്ടും അത് മാറി ചെയ്യണം എന്നുള്ള ആലോചന ഉണ്ടപ്പോൾ തന്നെ ജിസിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പം നിർമ്മാതാവ് എന്ന രീതിയിലേക്കല്ല ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്, ഇപ്പോൾ ആസിയുടെയും ജിസിന്റെ സുഹൃത്ത് എന്ന രീതിയിലേക്കാണ് ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്. അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു. പിന്നെ ബീച്ച് ചേട്ടനും ആസി രണ്ടുപേരുടെയും സ്ക്രീൻ കോംബോ എപ്പോഴും ഭയങ്കരമായ ആളുകൾ ഇഷ്ടപ്പെടുന്ന കോംബോ ആണ്. ഇപ്പം രജിഷ ഇവിടെയുണ്ട്, അനുരാഗ് കരിക്കിൻ വെള്ളവും, അതുപോലെ ഒരുപാട് കോംബോ ഉണ്ട് അവരുടെ ഹിറ്റ് ആയിട്ടുള്ള കോംബോസ്. ഡെഫിനറ്റ്ലി ബേസിക്കലി സബ്ജക്ട് തന്നെയാണ് നമ്മളെ അതിലേക്ക് ആകർഷിച്ചത്. പിന്നെ തീർച്ചയായിട്ടും ജിസിനെ പോലെ ഒരു ഡയറക്ടർ അതിലുണ്ടാവുന്നു എന്ന് പറയുമ്പം ആസിഫും ബീച്ചേട്ടനും ഉള്ള കാസ്റ്റ് എല്ലാം കൊണ്ടും നന്നായി വന്നു. അതിന്റെ റിസൾട്ടാണ് തിയേറ്ററിലും അത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ അതൊരു സൂപ്പർ ഹിറ്റ് ആവുമ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റ്, ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, നമ്മളതിൽ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ് അത്. നമ്മൾ എല്ലാത്തിലും ഒരുപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്നതുപോലെ തലവൻ അങ്ങനെ പ്രേക്ഷകർക്ക് വളരെയധികം ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു. അതിന്റെ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. ജിസേട്ടാ, നമ്മളെ ഒരു പടം എടുക്കാൻ നടക്കുമ്പോ ഒരു പ്രൊഡ്യൂസറെ കിട്ടാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. പ്രൊഡ്യൂസറാണ് ആക്ച്വലി ക്യാപ്റ്റൻ. അതെ, പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ബാക്കി നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു പ്രൊഡ്യൂസറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അരുൺ സിനിമയ്ക്കൊപ്പം, ഏതൊരു പ്രൊഡ്യൂസറും ഒരു സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസർ. ആ അർത്ഥത്തിൽ അരുൺ നമ്മൾ 100-ൽ 250 മാർക്കും കൊടുക്കും. കാരണം ഇങ്ങനെ ഒരു പ്രഷറും തരാത്ത, ഇത്ര ദിവസം കൊണ്ട് തീർക്കണം, ഇത്ര സമയം കൊണ്ട് ഷൂട്ട് ചെയ്യണം, അങ്ങനൊന്നും പറയാത്ത, എന്താ പറയുക, എനിക്ക് ഇതുവരെ വർക്ക് ചെയ്തിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അരുൺ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആസിഫിനും അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള അർത്ഥത്തിലല്ല, അരുണിനെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും. പിന്നെ പണ്ട് ഒത്തിരി നമുക്കറിയാം ആങ്കറായിട്ടുമൊക്കെ നമ്മൾ കണ്ടതാണ് അരുണിനെ. പിന്നീട് നല്ല നല്ല വേഷങ്ങളിലൂടെ സിനിമയിൽ അഭിനയിക്കുന്ന അരുണിനെ കണ്ടു. ഇപ്പൊ വളരെ സജീവമായിട്ട് സിനിമ നിർമ്മാണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന അരുൺ നാരായണൻ. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസറിന്റെ സെറ്റ്? പ്രൊഡ്യൂസർ സിനിമയെ മനസ്സിലാക്കി സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, അതിന്റെ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും ഒന്നും ഒരു ടെൻഷനും തരാതെ, ഒരു പ്രഷറും തരാതെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഡ്രീമാണ്. അപ്പൊ അതില് ഒരു ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ സീറ്റ് കൊടുക്കേണ്ട ഒരാളാണ് അരുൺ. എഗെയിൻ കൂട്ടുകാരനും കൂടെ ആയതുകൊണ്ട് ഉള്ള കാര്യം മുഖത്ത് നോക്കി തുറന്നു പറയാനും തിരിച്ചു കേൾക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അരുൺ ചേട്ടാ, എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ടിനു ഡയറക്റ്റ് ചെയ്യുന്നു. പുതിയ 4 കുട്ടികളാണ് അഭിനയിക്കുന്നത്. സജിൻ ഗോപു, വിഷ്ണു അഗസ്തി കൂടെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റും ഉണ്ട്. പക്ഷേ 4 പുതിയ ആൾക്കാരെ വെച്ചിട്ട് ടിനു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ക്രിസ്മസിന് റിലീസ് ചെയ്യുന്ന രീതിയിൽ, റിലീസ് പ്ലാനുകളില്ല, എന്നാലും ആ പേസിലാണ് സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആസിയുമായിട്ടും സിനിമയുണ്ട്, പുതിയ സിനിമയുണ്ട്. എന്റെ വിശേഷങ്ങൾ പറയാം, ജിസുമായിട്ടും സിനിമയുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടിനുവിന്റെ പടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ടിനു പാപ്പച്ചൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ. തലവൻ സെക്കൻഡ് പാർട്ട്
ഞങ്ങൾ അനൗൺസ് ചെയ്ത് തീർച്ചയായിട്ടും തലവന്റെ 65th ഡേ അതിന്റെ സെലിബ്രേഷനിൽ ഞങ്ങൾ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളും നടക്കുന്നുണ്ട്, എഴുത്തുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും തലവൻ ഈ സിനിമ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എക്സ്പെക്ടേഷൻ കൂടും. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ആ സിനിമ ചെയ്യാമെന്നാണ് ജിസ്സും ആസിയും ബീച്ചേട്ടനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിലൊരു എക്സ്പെക്ടേഷൻ ഒത്തൊരു എഴുത്ത് വരട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും തലവൻ 2 ഉണ്ടാവും. ഓക്കെ, അപ്പൊ എനിവേസ് താങ്ക് യു സോ മച്ച് ചേട്ടാ നമ്മുടെ അടുത്ത് വന്നതിൽ. ഓക്കെ, താങ്ക് യു. സൂപ്പർ സ്റ്റാറിന്റെ ഈ സംഗീത വേദിയിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ അൻവർക്കയുടെ ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ആസിഫിക്കയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി ബൈസൈക്കിൾ തീവ്സിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് പാടാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അൻവർക്ക. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെൻ്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെൻ്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി പൂക്കളോ പുലരിയോ പ്രണയചന്ദ്രികയോ ചന്ദനക്കാറ്റോ താരകൾ തെല്ലോ ദേവതമ്പുരുവോ ആരിവൾ കേകി സ്നേഹമുഖം ആരിവൾ കേകി പ്രിയമൊഴുകും വീണയിൽ തുളുമ്പുമീ ജീവസംഗീതം മൗനം ആ സംഗീതം പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെൻ്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി ഇത് സൂപ്പർ സ്റ്റാറിന്റെ വേദിയല്ലേ? ആണ്. മൊത്തത്തിൽ സംഗീതം നിറഞ്ഞ വേദിയല്ലേ? അതെ. അപ്പൊ ഞാനിവിടെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. ക്രിയേറ്റ് ചെയ്യും. കാരണം എപ്പോഴും പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് നേരം പറയുന്ന ഒരു പേരാ കോപ്പിറൈറ്റ് 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 എന്ന്. ഇന്ന് അതങ്ങോട്ട് മാറ്റും. കാരണം ഇവിടെ ഒരു ലിറിസിസ്റ്റ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, പാട്ടുകാരുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു പാട്ടുണ്ടാക്കിക്കൂടാ? കൈയടിക്കൂ guys. അഭിനയിക്കാൻ ആളുണ്ട്, അഭിനയിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാം. പ്രൊഡ്യൂസറും ഉണ്ട്. നല്ലൊരു പ്രൊഡ്യൂസർ. ശരിയാ. അങ്ങനെയാണ് അഡ്വാൻസ് കിട്ടിട്ട് എഴുതി തുടങ്ങിയാൽ മതി. അപ്പൊ എന്നാ നമുക്ക് ജിസേട്ടാ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി
നമ്മുടെ സ്വന്തം ഒരു പാട്ട് പോലെ ഒരു പാട്ട് വരികൾ എഴുതി ഞങ്ങൾക്ക് തരുമോ? വരൂ, സ്പോട്ടിലാട്ടാ. ജിസേന്റെ കഴിവ് സ്റ്റേജിൽ നിർത്തി വരി എഴുതിക്കാൻ പോവാണ്. ആ, നിർത്തി. ഞാൻ വേണമെങ്കിൽ താങ്ങി തരാം. അല്ല, ജിസിനെ വിശ്വസിച്ച നമ്മളെ പറഞ്ഞാ മതി. കണ്ട സ്പിരിറ്റ് കണ്ടാ, ഞാൻ സ്പോട്ടില് വരികൾ എഴുതുന്നു. ജിസേട്ടാ, ദേ പേപ്പറും പേനയും. ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓ പിന്നെ ഇങ്ങനത്തെ ഇത്രയും ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സ് ഇരിക്കുമ്പോ ലൈവായിട്ട് എഴുതാൻ പറയുന്നത്, മറ്റേ മ്യൂസിക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കേട്ട് എഴുതുന്ന പരിപാടി ഒക്കെയാണ്. ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണ്. ട്രൈ ചെയ്യാം. ഏത് ജോണറിലാണ്? ഒരു കാര്യം, ഒരു റൊമാൻസ്. റൊമാൻസ് എഴുതാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം. ശരത്തേട്ടാ, നമുക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എഴുതി നോക്കിയാലോ? അല്ല, റൊമാൻസ് തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് പിന്നെ അതല്ലേ പറഞ്ഞത്. അപ്പൊ എന്തോ ഉണ്ടല്ലോ മനസ്സില്. അല്ല, ആർക്കോ ഇന്ന് സ്പെഷ്യൽ ഡെഡിക്കേഷനാ. അല്ല, നോക്കാം, എഴുതി നോക്കാം. ഓക്കെ, പാർവതി, ജിസിന്റെ എല്ലാ സിനിമകളുടെയും എല്ലാ സോങ്സും ജിസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെയും. അപ്പൊ അതത്രയും വലിയൊരു വലിയ കാര്യം. അയ്യോ, എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ട് സിമ്പിൾ ആക്കാൻ വേണ്ടി നോക്കിയതാ. ഒന്ന് എഴുതാൻ സമ്മതിക്കൂ പ്ലീസ്. അപ്പൊ ഞങ്ങൾ എഴുതി വെച്ചത് അങ്ങ് എഴുതി വിട്ടോ? പുതിയ പടത്തിന്റെ ഞങ്ങൾ നേരത്തെ ഇട്ട ഒരു ട്യൂൺ വിട്ടുവരാം. ആദ്യത്തെ 4 വരി എഴുതാനാ പറഞ്ഞേക്കുന്നത്. അത് ആ മതി എന്നാ മഞ്ജരി പറയുന്നത്. അതെ, ശരത് സാർ ആയതുകൊണ്ട് ആലാപനം ഇട്ടോളും. ആ എന്ന അക്ഷരം വെച്ചിട്ടാ. എന്റെ അമ്മ, അത് ഒരു തമാശയാ. ശരി. മ്യൂസിക് ഇടാതിരുന്നാ മാത്രം മതി. മ്യൂസിക് ഇടണ്ട. മ്യൂസിക് കട്ട്. എഴുതി കഴിഞ്ഞ വരികൾ തരുമായിരുന്നെങ്കിൽ ശരത്തേട്ടന് പണി തുടങ്ങാമായിരുന്നു. സീൻ എഴുതി എനിക്കിട്ടൊരു പണിയായി പോയി. റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്. അടുത്ത റിയാലിറ്റി ഷോ ഇതാക്കാം നമുക്ക്. എങ്ങനെയുണ്ട് ഷാനിക്ക? ഫ്രഷ് ഭയങ്കര ഫ്രഷ് ആണ്. ദോശ ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ്. നിങ്ങൾക്കിപ്പോ ഒരു ആകാംക്ഷ എന്തായിരിക്കും ആ വരികൾ എന്ന് ഓർത്ത്? എന്റെ സംശയം, പേജ് പേപ്പർ തീർന്നിട്ട് വൺ മോർ ഷീറ്റ് ജിസേ, എന്ത് മഹാഭാരതം ഒന്നും എഴുതി കളയല്ലേ, ഒരു 4 വരി മതി. കൗണ്ട് ഡൗൺ ഒന്നും. ശരത്തേട്ട എഴുതി വെക്കുക കേട്ടോ. ചർച്ചാറ് പെന്നൊക്കെ എടുത്ത് റെഡിയായി. ഭാവയാമി പോലെ ഒരു സിമ്പിൾ പാട്ട് ശരിയാക്കി തരാന്നൊക്കെ. അല്ല, ധ്യാൻ ചേട്ടാ, സിനിമകൾ ഇങ്ങനെ എഴുതുന്ന പോലെ പാട്ട് എഴുതാൻ വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഏതാ പാട്ടുകൾ? സിനിമ ഞാൻ ഇതുപോലെ എഴുതാറ്, ഇതുപോലെ ലൊക്കേഷൻ ക്യാമറ ഒക്കെ നിപ്പുണ്ടാവും. ഇങ്ങനെ അപ്പൊ തന്നെ സ്പോട്ടിൽ എഴുതുമല്ലോ. ഞാനും എന്റെ അച്ഛനും. എങ്ങനെ സാധിക്കുന്നു? അങ്ങനെയൊക്കെ തന്നെ. ജിസേട്ടാ മതി. അയ്യോ, ഇതെന്താ എങ്ങനെയാ ഫുൾ സോങ് ആയി തോന്നുന്നു. ആര് പറഞ്ഞാ നിർത്തും? പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക. ജിസേട്ടൻ എഴുതി 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 ഒരു പേജ് തീരാറായി. ഫാന്റാസ്റ്റിക്. അതായത് ഇത് നിങ്ങൾ ഈ അർത്ഥത്തിൽ കാണോട്ടോ. സ്റ്റേജിൽ വിളിച്ചു നിർത്തിയിട്ട് ലൈവായിട്ട് എഴുതാൻ പറ. അത്ര ചുമ്മാ തോന്നാ എഴുതി വെച്ചിരിക്കുന്നത്. വലിയ സാഹിത്യം. എന്നാലും അതൊരു ടാലന്റ് അല്ലേ? എഴുതാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ഇപ്പൊ കൈയടിച്ച് നന്നായി, വായിക്കുന്നതിന് മുമ്പ്. ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. ഈ റൊമാൻസ് എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, വളരെ പ്രിയപ്പെട്ട ഒരാള്, ചിലപ്പോ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ. കൂട്ടുകാരനാവാം, കൂട്ടുകാരിയാവാം, പ്രണയിനിയാവാം, ഭാര്യയാവാം. പക്ഷെ എല്ലാ സന്തോഷവും ആദ്യം പറയുന്ന ഒരാൾ ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ റൊമാൻസ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ ആ ഒരു ഒബ്ജക്റ്റാണ് മനസ്സിൽ വന്നത്. അതുകൊണ്ട് അത് ബാക്കി എഴുതാൻ അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാളുള്ളതുകൊണ്ട്. എഴുതിയത് ഇങ്ങനെയാണ് ശരതേട്ടാ. ആദ്യമായി എന്തും പറയാൻ ഒരാൾ, ആർദ്രമായി എന്നെ പൊതിയുന്നൊരാൾ, 1000 തൂവൽ കാറ്റൂറിടും മന്ദഹാസം ഓർത്തിന്നൊരാൾ. എന്റെ കൗണ്ടറുണ്ട്, അതൊക്കെ ഉണ്ട്. ഓമലായി എന്നെ കരുതുന്നൊരാൾ, ഓർക്കുവാനായി കൊതിയുള്ള ഒരാൾ, വെണ്ണിലാവിന്റെ ഈണങ്ങളും നേരുമെല്ലാം ചേരുന്നൊരാൾ. മനോഹരം, ബ്യൂട്ടിഫുൾ. ശരത് സാർ, ആദ്യത്തെ 4 വരി മെയിൽ,
രണ്ടാമത്തെ 4 വരി ജൂണില്. ഡയറക്ടർ കൂടെ ആയതുകൊണ്ട് എഴുതിയതാ ആ മെയിൽ ഫീമെയിൽ കൂടെ ഉണ്ട്. അല്ല ആദ്യത്തെ 4 വരി മെയില്, അടുത്ത 4 വരി ജൂണില്. നീ അതിങ്ങ് കൊണ്ടുപോടേ. ജിസേട്ടൻ ഭാര്യയെ ഓർത്ത് എഴുതിയ വരികളാണ് കേട്ടോ. അപ്പൊ ശരത് സാറ് സീതേച്ചിനെ ഓർത്ത് അതൊന്ന് കമ്പോസ് ചെയ്യും. അപ്പൊ ഒരു പേടി കാണും. ശരത് സാറ് പണി തുടങ്ങിയിരിക്കുകയാണ്. ജിസേട്ടൻ എക്സൈറ്റ്മെന്റിലാണ്. കാരണം ജിസേട്ടൻ എഴുതിയ വരികൾ ശരത് സാറ് കമ്പോസ് ചെയ്യാൻ പോവാണ്. ഷാനിക്ക, ജിസേട്ടാ പറയൂ, ജിസേട്ടൻ എഴുതിയ വരികൾ ശരത് സാറാണ് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. എന്ത് തോന്നുന്നു? പറയാനുണ്ടോ? പ്രിയപ്പെട്ട ശ്രീരാഗമോ എന്ന് പറയുന്ന മലയാളിയുടെ എല്ലാ മലയാളിയുടെയും അതെ. പ്രിയപ്പെട്ട പാട്ട്. ഇഷ്ടപാട്ട്. ഒരു പാട്ട് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിലുള്ള ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് ആ രാഗത്തിൽ കുറെ പാട്ട് ചെയ്തിട്ടുള്ള ആളാണ് ശരതേട്ടൻ. ഓക്കെ, അതുകൊണ്ട് ആ രാഗത്തിൽ തന്നെ കിട്ടുമെന്ന് നോക്കാം. അതെ, ഏത് രാഗത്തിലായിരിക്കും എന്തോ. ധ്യാൻ ചേട്ടൻ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന അല്ല, ഒരാൾ കമ്പോസ് ചെയ്തതിനിടയിൽ പൊക്കി പറയില്ല, നിനക്ക് ചെയ്ത് ശരി ശരി സൈലൻസ് സൈലൻസ്. ഓക്കെ ഓക്കെ. ജിസേട്ടാ, ആസിഫിക്ക, ധ്യാൻ ചേട്ടാ അങ്ങോട്ട് നോക്കൂ. ഒരു പാട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വരികൾ എഴുതി കമ്പോസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അവിടെ സിംഗറിനെ. അനൂപേ ഒന്നടാ. ആ സി മേജർ 7th G. Again F D minor. പിന്നെ G ക്ലോസ് പൊസിഷൻ 2 ഡാ. പതനി ഗരി അല്ലടേ, പതനി രീ. മൊത്തം ചേർത്ത് പിടിച്ചോ. നമ്മൾ 9th ക്ലോസ് പൊസിഷൻ പിടിക്കുന്നുള്ളു. ഡി ജി നിങ്ങളും കൂടെ വായിക്കടേ, കൈയും കെട്ടി അങ്ങ് ഇരിക്കുക. തം തം പ്ലം പ്ലം തം തിങ്ക്ലം ക്ലം തം ബ്ലിംഗ്ലം ബ്ലിംഗ് പ്ലം 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 പ്ലം. ആദ്യമായി എന്തും പറയുന്നൊരാൾ, സെക്കൻഡ് ഒതിയുന്നൊരാൾ, 1000 തൂവൽ നിതാനായിരം തൂവൽ കാറ്റൂറിടും മന്ദഹാസമണരാരിരേ ആസമൂർത്തിന്നൊരാൾ, മന്ദഹാസമൂർത്തിന്നൊരാൾ, മന്ദഹാസമൂർത്തിന്നൊരാൾ. അപ്പൊ സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിസേട്ടൻ ദീപേന വെച്ചിട്ട് വരികൾ എഴുതിയിരിക്കുന്നു അല്ലേ? ആ വരികൾക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നു നമ്മുടെ ശരത് സർ. ഈ പേന കൊണ്ട് ഞാൻ സ്വരം എഴുതി. ഓ അത് പാടുന്നു നമ്മുടെ മഞ്ജരി ചേച്ചി. ഈ പേന കൊണ്ട് ഞാൻ എന്റെ സ്വരങ്ങളും എഴുതി. അല്ല, അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാറിന്റെ സ്വന്തം പാട്ടാണിത്. അപ്പൊ ഇതിന്റെ എല്ലാ കോപ്പിറൈറ്റ്സും ഞങ്ങൾക്കാണുള്ളത്. ജിസേട്ടാ, ഈ പാട്ട് വരികൾ ഇഷ്ടപ്പെടാൻ ഞങ്ങൾ തരില്ല കേട്ടോ, ഇപ്പഴേ പറഞ്ഞേക്കാം. കൊടുക്കില്ല കേട്ടോ ശരത് സാർ. നമ്മള് അടുത്ത പടത്തിന് ഈ പാട്ട് വേണമെന്ന്. അപ്പൊ മഞ്ജരി ചേച്ചി പഠിച്ചെടുത്തു. ആ നോക്കാം. ഓക്കെ, ഓർക്കസ്ട്ര റെഡി. ആദ്യമായെന്തും പറയുന്നൊരാൾ, ആർദ്രമായി
സോറി, അതിന്റെ ഇടയിൽ ഞാനൊരു സംഗതി ഇട്ടു. ഒരു ആലാപ്, ഒരു അന്തപ്പെട്ട ആലാപ്. ഞാന് ആദ്യമായി പാടണോ വെച്ച് കൺഫ്യൂഷൻ നമുക്ക് തോന്നി. മലയാളം ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മൊമെന്റ്. നോക്കിക്കൊടുക്കാം അവിടെ ചിരി എന്ന് പറഞ്ഞാൽ ഈ ചെവി ടു ചെവി ഇങ്ങനെ ചിരിച്ചിട്ട് എന്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയാൻ എനിക്ക് മനസ്സിലായത്. അത്രയും പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ശരത്തേട്ടൻ. എത്രയോ നാൾ മുമ്പ് തന്നെ. പിന്നെ മഞ്ചേരിയുടെ പാട്ടാണെങ്കിലും അപ്പോൾ ഇതൊരിക്കലും എനിക്ക് ഭയങ്കര ഒരു സ്വപ്നം കാണുന്ന പോലത്തെ മൊമെന്റ് ആണ്. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ച് വന്നതല്ലല്ലോ ഇവിടെ. ഇങ്ങനെ ഒരു സെഗ്മെന്റിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, നല്ല വരികൾ, ബ്യൂട്ടിഫുൾ. ഇതൊന്നും ഇങ്ങനെയൊക്കെ ഒരാൾ ഇങ്ങനെ പടയതും പറഞ്ഞ്, കാരണം എനിക്കിപ്പം പേഴ്സണലി ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഭവം തന്നിട്ട് കമ്പോസ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ പാനിക് അറ്റാക്ക് അടിച്ച് ഞാൻ വടിയാവും. പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ആൾക്കാരുടെ മുമ്പ് കമ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സ്പേസ് ഉണ്ട്, എനിക്ക് അവിടെ ഇരുന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഇത് ഒറ്റയടിക്ക് വരികളും ട്യൂണും നമുക്ക് ഇമീഡിയറ്റ്ലി വരണം എന്നുണ്ടെങ്കിൽ ആ വരികളുടെ ഗുണമാണ്. തീർച്ചയായിട്ടും അത്ര മനോഹരമായി എഴുതിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സൂപ്പർ ശരതേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. മഞ്ജരി, താങ്ക് യു സോ മച്ച്. വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും മറക്കാത്തൊരു മൊമെന്റ് ആയിരിക്കും എനിക്കിത്. നമുക്കൊക്കെ ഇത് കാണാൻ തന്നെ ഒരു ഭാഗ്യ. ഇത് വിറ്റ്നസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജിസു. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഞാൻ ഇതേ വരികൾക്കൊരു 9 ട്യൂണും കൂടെ അയച്ചു തരാം. ഇതേ വരികൾക്ക് 9 ട്യൂണും കൂടെ അയച്ചു തരാം. ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ദ സ്ട്രക്ചർ. 5 മിനിറ്റ് കൊണ്ട് ചെയ്തതല്ലേ. ഞാൻ പറയായിരുന്നു ശരത്തേട്ട, എനിക്ക് ശരത്തേട്ടന്റെ ഈ ഏറ്റവും പ്രിയപ്പെട്ട ശരതൻ കൂടുതൽ പാട്ട് ചെയ്തിരിക്കുന്ന ഹംസധ്വനി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗമാണ്. അപ്പോൾ അങ്ങനെ 9 ചെയ്യുന്നതിനിടയിൽ ഒരെണ്ണം ഹംസധ്വനിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു ശരത് സാർ, മഞ്ജരി ചേച്ചി, താങ്ക് യു സോ മച്ച്.